ഒരു ചീനച്ചട്ടി വെക്കുക, അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക, ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കണം. അതിന് ശേഷം നമ്മൾ അതിലോട്ട് ആദ്യമായിട്ട് ഇടുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ്. ഇത് രണ്ടുമാണ് ആദ്യം ചേർക്കേണ്ടത്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കഴിഞ്ഞാൽ അത് നല്ലതുപോലെ മൂത്ത് കിട്ടണം. അതായത് ഗോൾഡൻ കളറായി മാറണം. ഗോൾഡൻ കളറായി കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ സ്വാദ് ഇതിനോട് അനുബന്ധിച്ച് നിൽക്കത്തുള്ളൂ. ഞാൻ കാണിക്കുന്നത് പച്ചമുളകാണ്, നല്ല പഴുത്ത പച്ചമുളക്. എരിവ് കൂടുതലുള്ളത് കാരണം കൊണ്ട് പച്ചമുളക് കുറച്ച് ചേർത്തിട്ടുള്ളൂ. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പച്ചമുളക് കാണിച്ചത്. ശരി, 2 പച്ചമുളക് മാത്രമേ ഞാൻ ഇതിന് ചേർക്കുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് കുരുമുളക് പൊടിയാണ് കൂടുതലും ചേർക്കുന്നത്. മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി എന്നിവ കുറേശ്ശെ ചേർക്കത്തുള്ളൂ. അതിൻ്റെ അളവ് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഈ ഇടുന്ന ഉള്ളി അഥവാ സവോള, ഉള്ളി അല്ലല്ലോ, ബാച്ചിലേഴ്സിന് എപ്പോഴും സവോളയായിരിക്കും എളുപ്പം. അതുകൊണ്ട് അവർ സവോള എടുക്കുക. ഒരു മീഡിയം സൈസ് ആണെങ്കിൽ 2 എടുക്കുക, വലുതാണെങ്കിൽ 1 മതിയാവും. ഇതെടുത്തിട്ട് നല്ലതുപോലെ അരിഞ്ഞ് അത് ഇതുപോലെ എണ്ണയിൽ സോൾട്ട് ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ബ്രൗൺ കളറാകുന്നിടം വരെയും ചെയ്യണം. അതിനുശേഷം മാത്രമേ നമ്മൾ പൊടികൾ ചേർക്കാവുള്ളൂ. ഇതിൽ ഒരു സ്പൂൺ കാണുന്നുണ്ടല്ലോ അല്ലേ, ഗരം മസാല ചേർക്കണം. പിന്നീട് ആ സ്പൂണിൻ്റെ അളവിന് തന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി 2 സ്പൂൺ ഇടുന്നുണ്ട്. മല്ലിപ്പൊടി ചേർക്കുക. അതിനുശേഷം പിന്നെ ചേർക്കേണ്ടത് കുരുമുളകാണ്. അത് 2 സ്പൂണോളം കുരുമുളക് ആ സ്പൂണിന് തന്നെയാണ് ചേർക്കുന്നത്. 2 സ്പൂണോളം ചേർക്കുന്നുണ്ട്. ഇനി ആ പൊടികൾ നന്നായിട്ട് എണ്ണയിൽ വഴറ്റി നല്ല മൂത്ത മണം വരുമ്പോഴത്തേക്കും തക്കാളി മിക്സിയിലടിച്ച് അതിൻ്റെ കൂടെ ചേർക്കുക. തക്കാളി ചേർത്ത് കഴിയുമ്പോഴത്തേക്കും ഒരു നല്ല ക്രീമി ടെക്സ്ചർ പോലെ ആകും അതെല്ലാം. അതിനുശേഷം നമ്മൾ നല്ലതുപോലെ വാട്ടിയതിന് ശേഷം ഒരു 1/2 ഗ്ലാസ് വെള്ളം, അത്ര മതിയാവും, ഒരു 4-5 സ്പൂൺ അത്രയും വെള്ളം ഒഴിച്ച് ഇതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. ചിക്കൻ ഒരു പ്രത്യേകതയുണ്ട്. ചിക്കൻ നേരത്തെ തന്നെ മഞ്ഞൾപ്പൊടിയും കുരുമുളകും മസാലയും ചെറിയ ഉപ്പും ഇട്ട് പുരട്ടി വെച്ചിരുന്നതാണ്. അത് ഇതിലോട്ട് ഇട്ട് കഴിഞ്ഞ് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ തന്നെ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങും. നമ്മൾ സെപ്പറേറ്റ് പിന്നെ വേറെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നീടാണ് നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കേണ്ടത്. ഉപ്പ് വളരെ കുറച്ച് ചേർത്താൽ മതി. നേരത്തെ ഉപ്പിട്ടാണല്ലോ ചിക്കൻ വെച്ചിരുന്നത്. ഇനി അത് നമ്മൾ വെള്ളം വറ്റിച്ചെടുക്കുക. അതുവരെ വേവിക്കാൻ മൂടി വെച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ നല്ലതുപോലെ ഇതിൽ മസാലയൊക്കെ പിടിച്ച് നല്ല വെള്ളമില്ലാതെ എണ്ണയിൽ തന്നെ ആയിട്ട് കിട്ടും. ഇനി അത് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് സവോള, കുറച്ച് കറിവേപ്പില, എന്നിവയിട്ട് ആ ചൂടോടുകൂടി തന്നെ ഞാനതങ്ങ് മൂടി വെക്കുകയാണ് ചെയ്യുന്നത്. നല്ല രുചിയാണ്. അതിന് നമ്മൾ സാധാരണ ചിക്കൻ കഴിക്കുന്നതിനേക്കാളും വേറൊരു രുചിയാണ് ഇതിനുള്ളത്. ഇത് ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പ്രവാസികളായ കുട്ടികൾക്കും വിദ്യാഭ്യാസത്തിന് വേണ്ടി മാറി നിൽക്കുന്ന കുട്ടികൾക്കും എല്ലാം ഇവർക്കിത് 5 മിനിറ്റ് കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ ഇടുന്നത് മുഴുവൻ. 5 മിനിറ്റ് മതിയാവും ഈ വക സാധനങ്ങൾ. നോക്കിയാൽ നിങ്ങൾ ആ സ്പൂൺ കൊണ്ട് എടുക്കുമ്പോൾ തന്നെ വെള്ളമില്ല, ആ സ്പൂണിൽ എണ്ണയും ചിക്കനും മാത്രമായിട്ടിരിക്കുകയാണ്. അതായത് അതിനകത്ത് മസാലയെല്ലാം പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ട് ഇരിപ്പുണ്ടാകും. നിങ്ങൾ കഴിക്കുമ്പോൾ തന്നെ അത് മനസ്സിലാവുകയും ചെയ്യും. ഒന്ന് ചെയ്ത് നോക്കണേ. നല്ല അടിപൊളി റെസിപ്പിയാണ്. കുട്ടികൾക്ക് ബ്രെഡിനൊപ്പവും ചപ്പാത്തിക്കൊപ്പവും ചോറിനൊപ്പവും ഒക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി വിഭവമാണ്. ഇനി ഞാൻ നിങ്ങളെ ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുന്നുണ്ട്.